ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്തോരം എടുക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ജസ്റ്റ് തോട്ട് നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എവിടെ വരെ എടുക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:45 ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ ഒരു സമയത്ത് എണീക്കുന്ന ആളല്ല. വണ്ടി പോകുന്നുണ്ട്, എണീക്കുന്ന ഒരാളല്ല. പക്ഷേ ചില എന്താ പറയുക, ഇപ്പോൾ ഡേറ്റൊക്കെ എടുക്കാറായി തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഉറക്കം ശരിയാവണില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ബാത്റൂം വിസിറ്റ്, പിന്നെ എന്താ പറയുക, ഇച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഉറക്കം കൊണ്ട് കറക്റ്റല്ല. അപ്പോൾ ഉറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2 മണി 2:30 ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു 10 തൊട്ട് ഞാൻ എണീക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ 9th മന്ത് കടന്നു പോകുന്നത്. അത്ര സുഖമില്ല ഗൈസ്. ഇത്ര നാളല്ല സുഖമായിരുന്നു, ഇത് അത്ര സുഖമില്ല. സോ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇനി വരാൻ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും നമുക്ക് എനിക്ക് എണീറ്റ് എനിക്ക് പെട്ടെന്ന് വിശക്കും. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നിട്ടണ്ട. അപ്പോൾ ബ്രഷ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. എന്നിട്ട് ഇന്ന് എല്ലാ പരിപാടികളും നേരത്തെ ആക്കാം, കാരണം നേരത്തെ എണീറ്റല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇൻടേക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ മുന്തിരി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം. എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാൻ ബദാം ഇടാറുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് കഴിക്കും, ഈ വെള്ളം കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് എന്തെങ്കിലും കഴിക്കാറ്. പിന്നെ അമ്മ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴം, എനിക്ക് ഡെയിലി പഴം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറൊക്കെ ഫില്ലാവും. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാനുണ്ട് നമുക്ക്. എനിക്കിഷ്ടമല്ലാത്തൊരു മെഡിസിനാണ് ഈ കാൽസ്യം ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ. എനിക്കിത് കഴിക്കുമ്പോൾ ഇപ്പോഴും അത് ഓക്കാനിക്കാൻ വരും. അത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്രശ്നമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കഴിക്കും. പിന്നെ ഇവർ സ്കൂളിലേക്ക് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് വണ്ടി വരുമ്പോൾ അവർ പോവും. ഇവർ പോയി കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ പകുതി ആശ്വാസമായി. കാരണം തിക്കും തിരക്ക് കുറയും. അല്ലെങ്കിൽ ഇവർ പോണ വരെ ഓരോന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ, എനിക്കല്ല കേട്ടോ, അമ്മയ്ക്ക് എന്താ പറയുക, റെസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. പിന്നെ വീട്ടിലെ പണികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇപ്പം 9 മന്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്കൊരു ആരോഗ്യമൊക്കെ ഉള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ്ലി മറ്റേ എന്താ പറയുക, ഹെർബലിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ. ഇപ്പം ഹെയറൊക്കെ ഓയിൽ ചെയ്തിട്ട് ഞാൻ ഈ പാക്കാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മുരിങ്ങയുടെ ഇലയും അതുപോലെ നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ തലയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നിന്ന് തുമ്മുന്നത് എന്തുകൊണ്ടാണ്, ഇത് ഇട്ടുകൊണ്ടൊന്നുമല്ല. എനിക്ക് കുളി കഴിയുമ്പോൾ രാസനാദിപ്പൊടി തലയിലിടുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തുമ്മില്ല. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് തുമ്മും കേട്ടോ. ഞാൻ വീഡിയോ കട്ട് ചെയ്യാനൊന്നും പോയില്ല, കാരണം വീഡിയോയുടെ കണ്ടിന്യൂറ്റി പോകും. അപ്പോൾ അത് തലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമാണ്. ഇങ്ങനെ മൂക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്താൽ ഒരു ആശ്വാസം കിട്ടും. പിന്നെ ഈ ഹെയർ ഉണങ്ങണം. ഇത് കഴിയുമ്പോഴേക്കും, കുളി കഴിയുമ്പോഴേക്കും എനിക്ക് ചെറിയ വിശപ്പിൻ്റെ വിളി തുടങ്ങും. എനിക്ക് വിശപ്പ് ഇപ്പോൾ ഭയങ്കര കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഷെയ്ക്ക് കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പച്ചപ്പാലിൽ ഷെയ്ക്ക് അടിച്ച് കുടിക്കണത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അമ്മ രാവിലെ പാല് വെച്ചപ്പോൾ ഞാനത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ നമ്മൾ പഞ്ചസാര ഇടാറില്ല, അതിന് പകരം ഡേറ്റ്സ് ഇട്ടിട്ട് റോബസ്റ്റ പഴം വെച്ചിട്ടാണ് കേട്ടോ ഷെയ്ക്ക് അടിക്കുന്നത്. ഈ 3 സംഭവങ്ങളുള്ളൂ: കാച്ചിയ പാലും റോബസ്റ്റ് പഴം അതുപോലെ ഡേറ്റ്സ് ഇട്ടിട്ട് ഷെയ്ക്ക് അടിക്കും. പിന്നെ അതിനകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇന്നൊന്നുമില്ല കേട്ടോ എനിക്ക്. അതായത് ഭയങ്കര ക്രേവിങ് വരുമ്പോൾ മാത്രം ഞാൻ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം. അപ്പോൾ പിന്നെ വീഡിയോയിൽ ഇത് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ ഉണ്ടല്ലോ, അതിന് ക്ഷാമമില്ലാത്തോട്ട് അതൊക്കെ മുകളിൽ ഇങ്ങനെ ഇട്ട് അലങ്കരിക്കും. എന്നിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണിത്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ലഞ്ച് കഴിക്കണ്ട. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ പിന്നെ TV കണ്ട് അങ്ങനെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴാണ് വീഡിയോയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ലഞ്ച് കഴിക്കാതിരിക്കുമ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കണം കേട്ടോ.
ചോറും സാമ്പാറും അതുപോലെ കടല ഉപ്പേരി പപ്പടം ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പച്ചക്കറികളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. പിന്നെ ചിക്കൻ ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ വറുത്തതാണെങ്കിൽ കഴിക്കും, വെച്ചതാണെങ്കിൽ ഇഷ്ടമില്ല, അങ്ങനെ ഒരു ഇതാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മെഡിസിൻ ഉണ്ട്, കാൽസ്യം പിന്നെ HBD3 ഒരു മെഡിസിനാണ്. അപ്പോൾ അതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ചിലപ്പോൾ ഉറങ്ങും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫോണിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഉറക്കത്തിനുള്ള നല്ല മൂഡുണ്ടായിരുന്നു, അപ്പോൾ കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞൊരു ഭയങ്കര ഒരു മന്നത്തരമാണ്, എന്താ അങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂടി പിടിച്ച പോലെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൈയൊക്കെ നോക്കിയപ്പോൾ നഖമൊക്കെ വളർന്നിരിക്കുക. ഇത് വെച്ച് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് നല്ല ചീത്ത ഡോക്ടറുടെ നിന്ന് കേൾക്കും. അപ്പോൾ ഞാൻ നഖമൊക്കെ വെട്ടി നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കലില്ല. അപ്പോൾ ഞാൻ പാലാണ് കുടിക്കുന്നത്. അപ്പോൾ പാല് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് വറവ് ഐറ്റംസ് ഒന്നും കഴിക്കലില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സാണ് കഴിക്കുക. അപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഒരു 6:30 ടൈം ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് കടന്നു. പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന യൂട്യൂബാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതുവരേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാം, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആകെ കൂടി ചെയ്യണ പണി ഇതാണേ. അപ്പോൾ അതങ്ങോട്ട് ബുക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവാതെ ഒരു ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ ക്ഷീണമായിട്ട് ഇരിക്കേണ്ടി വരും. ഇപ്പം തന്നെ വയ്യാണ്ടായി, കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും വയ്യാണ്ടാവും കേട്ടോ. പിന്നെ ഞാനിങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസം തന്നെ ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. റിംഗ് ലൈറ്റും ട്രൈപോഡൊക്കെ കിട്ടിയതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരുന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിനിടയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഫ്രീ ആകുമ്പോഴാണ് വിളിക്കുക. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുപ്പോൾ അവിടെ നിന്നു, കാരണം വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഒന്ന് മെയിലെഴുതാനൊക്കെ ആയിട്ട് കയറും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വൈകുന്നേരത്തെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളി എന്നൊന്നും പറയാം, മേലെഴുതുക എന്ന് വേണമെങ്കിൽ പറയാം, കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനി പ്രയർ ഉണ്ട്, ഫുഡ് കഴിക്കണം. പിന്നെ നേരത്തെ ചേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചേട്ടനൊന്ന് വിളിച്ച് നോക്കണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് കാണാം. പിന്നെ നിങ്ങൾ ഇത് മാക്സിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ള സാധനമാണ് ഈ സാധനം. ഞാൻ ഇട്ടില്ല അത് മാക്സി. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഓരോ പോയിന്റിൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറി കംഫർട്ട് സോൺ ആവും എന്ന് പറയുന്നത് ഭയങ്കര വലിയ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇതായിട്ട് കംഫർട്ടബിളായി. അപ്പോൾ പിന്നെ നൈറ്റ് ആകുമ്പോൾ ഞാനിങ്ങനെ എടുത്തിടും. അതാണ് സുഖം, കിടന്നുറങ്ങാനൊക്കെ സുഖം. സോ അങ്ങനെ. അപ്പം എന്തായാലും ഇനി ബാക്കി കാണാം. 8 മണിയാകുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും കേട്ടോ. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പം പ്രയർ കഴിയുമ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിപ്പെൻസാണ്, എൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഞാൻ TV ഒക്കെ കണ്ടിരിക്കും, അതല്ല തീരെ വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ കിടക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഫുഡ് ഇന്ന് മീൻ കറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു. മീൻ വെച്ചതാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല, ചാറ് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ മീൻ വറുത്തത് കൂട്ടി അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയാമല്ലോ, ലാസ്റ്റൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.